കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിലും തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും ഭരണവിരുദ്ധ വികാരത്തിൽ വമ്പന്മാർ കടപുഴകി. പിണറായിയും സ്റ്റാലിനും മമതാ ബാനർജിയും പുറത്താകുമ്പോൾ ബംഗാളിൽ മോദിയുടെ തേരോട്ടമാണ്. BJP ലീഡ് 200 കടന്നപ്പോൾ 100 പോലും തികയ്ക്കാതെ കിതച്ചു മമതയും തൃണമൂലും. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മ ഹാട്രിക് നേടി 3ാമതും അധികാരത്തിലെത്തും. കോൺഗ്രസിനെ പാടെ നിലംപരിശാക്കിയാണ് അസമിലെ BJP തേരോട്ടം. പുതുശ്ശേരിയിൽ NDAക്ക് ഭരണ തുടർച്ചയാണ്. സിനിമയിൽ മാത്രമല്ല രാഷ്ട്രീയത്തിലും സ്റ്റാറാണെന്ന് തെളിയിച്ച് തമിഴകത്ത് വിജയിയുടെ TVK ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. വിജയിയെ ഒപ്പം നിർത്താൻ BJPയും കോൺഗ്രസും നീക്കം ആരംഭിച്ചു. തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ അസാധ്യമെന്ന് കരുതിയ പ്രദേശങ്ങളിലേക്കുള്ള BJPയുടെ കടന്നുകയറ്റം ഒരു ഭാഗത്ത് കാണുമ്പോൾ കേന്ദ്ര സർക്കാരിനും മോദിക്കുമെതിരെ പടപൊരുതിയ വമ്പന്മാർ വീണിരിക്കുകയാണ്. മോദി തേരോട്ടം തുടരുന്നു എന്നതാണ് കാഴ്ച. ഇത് എന്ത് ഇമ്പാക്ട് ദേശീയ രാഷ്ട്രീയത്തിൽ സൃഷ്ടിക്കും? എന്താണ് ഈ ഫലങ്ങൾ നൽകുന്ന സന്ദേശം? വരുന്ന 1 മണിക്കൂർ ഈ വിഷയം നമ്മൾ പരിശോധിക്കുന്നു. സ്വാഗതം. ചർച്ചയിൽ എനിക്കൊപ്പം അഡ്വക്കേറ്റ് ജയസൂര്യൻ BJP പ്രതിനിധി, അനിൽ ബോസ് കോൺഗ്രസ് പ്രതിനിധി, നിർമ്മൽ എബ്രഹാം രാഷ്ട്രീയ നിരീക്ഷകൻ, ഒപ്പം മോഹൻ വർഗീസ് രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ ജയസൂര്യൻ, അല്പം മുൻപ് പ്രധാനമന്ത്രി പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നു. ഇതൊരു ചരിത്ര ദിവസം എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ഒരുപാട് വിജയങ്ങൾ മോദിയുടെ ഈ കാലയളവിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനുമപ്പുറം അസാധ്യമെന്ന് തോന്നിയ ഇടങ്ങളിലേക്കുള്ള ഒരു കയറ്റമാണ് BJPയെ സംബന്ധിച്ച്. ഇത് ബംഗാളിലെ ജയം ഉൾപ്പെടെ നൽകുന്ന സൂചനകൾ അതാണ്. കേരളത്തിൽ 3ആയി സംഖ്യ ഉയർത്താൻ കഴിയുന്നു എന്നൊരു സാഹചര്യം. അപ്പോൾ ഇതൊരു ചരിത്ര ദിനമായി മാറുകയാണോ നിങ്ങളെ സംബന്ധിച്ച്? തീർച്ചയായിട്ടും ഇതൊരു ചരിത്ര ദിനം തന്നെയാണ്. അസാധ്യമെന്ന് കരുതിയ പലരും, അതായത് BJPക്കെതിരെ പരസ്യമായ യുദ്ധപ്രഖ്യാപനം നടത്തിക്കൊണ്ട് BJPയെ ഇല്ലായ്മ ചെയ്യാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു എന്ന തരത്തിൽ സംസ്ഥാനങ്ങളുടെ ആധിപത്യത്തിൽ ഇരുന്നുകൊണ്ട് വളരെയേറെ ആ അധികാരം ഉപയോഗിച്ചവർ ഇന്ന് അധികാരത്തിൽ നിന്ന് തൂത്തെറിയപ്പെട്ടിരിക്കുകയാണ്. ഞാൻ ഓർക്കുന്നു, DMK ശ്രീ സ്റ്റാലിൻ തമിഴ്നാട് മുഖ്യമന്ത്രിയായി സ്ഥാനമേക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു, നിങ്ങളുടെ വിജയത്തിൽ ഞാൻ നിങ്ങളെ ആശംസിക്കുന്നു, കേന്ദ്രത്തിന്റെ എല്ലാവിധ സപ്പോർട്ടും നിങ്ങൾക്കുണ്ടായിരിക്കും, നമുക്കൊന്നിച്ച് മുന്നേറാം. പക്ഷേ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന്, സ്റ്റാലിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് മറുപടി ഒരു യുദ്ധപ്രഖ്യാപനമായി. കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങളെ എതിർക്കുകയും അത് തമിഴ്നാടിന് ആവശ്യമില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിനേക്കാൾ ശക്തമായ നിലയിലാണ് ബംഗാളിൽ നിന്നുണ്ടായത്. ബംഗാളിൽ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികൾ നടപ്പാക്കുകയില്ല. പിണറായി വിജയനെ പോലെ അതിനേക്കാൾ ശക്തമായി ഇപ്പോൾ നമുക്കറിയാം, 70 വയസ്സിന് മുകളിലുള്ളവരുടെ ഇൻഷുറൻസ് കേരളത്തിലും ബംഗാളിലും നടപ്പാക്കുകയില്ല. കാർഷിക മേഖലയിലും മറ്റു പല മേഖലകളിലുമുള്ള പദ്ധതികൾ ഞങ്ങളുടെ സംസ്ഥാനത്ത് നടപ്പാക്കുകയില്ല. കേന്ദ്രം പ്രഖ്യാപിക്കുന്ന പദ്ധതികൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച 2 സംസ്ഥാന ഗവൺമെന്റുകൾ, അല്ല കേരളം ഉൾപ്പെടെ 3 സംസ്ഥാന ഗവൺമെന്റുകളാണ് ഇന്ന് തൂത്തെറിയപ്പെട്ടത്. ഇത് കേന്ദ്രം ഏതെങ്കിലും നടപടിയെടുത്തത് കൊണ്ടല്ല, അവരെ പിരിച്ചുവിട്ടതുമല്ല, ജനങ്ങൾ തീരുമാനിച്ചു. കേന്ദ്രത്തിന്റെ ആനുകൂല്യങ്ങളും സംസ്ഥാനത്തിന്റെ ആനുകൂല്യങ്ങളും ഞങ്ങൾക്ക് ആവശ്യപ്പെട്ടതാണ്. ഒരു സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ജനങ്ങളുടെ ഗവൺമെന്റാണ്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ആനുകൂല്യങ്ങളെ നിഷേധിക്കുന്ന ഗവൺമെന്റുകളെ ഞങ്ങൾക്കും ആവശ്യമില്ല എന്ന് ബംഗാളിലെയും തമിഴ്നാട്ടിലെയും കേരളത്തിലെയും ജനങ്ങൾ തീരുമാനമെടുത്തതിന് ഫലം കൂടിയാണ് ഇപ്പോൾ നമ്മൾ കണ്ട ഈ റിസൾട്ട്. അതാണ് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ച കാര്യം. ഏതായാലും കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ വളരെ നല്ല ഒരു സൗഹൃദത്തോടു കൂടി, പരസ്പര സഹകരണത്തോടു കൂടി ജനോപകാരപ്രദമായ പദ്ധതികൾ അവരിലേക്ക് എത്തിച്ചുകൊണ്ട് സമഗ്രമായ പുരോഗതി, സംസ്ഥാനത്തിന്റെയും രാജ്യത്തിന്റെയും മുഴുവൻ ജനതയുടെയും സമഗ്രമായ പുരോഗതി കൊണ്ടുവരണമെന്നാണ് പ്രധാനമന്ത്രി ആഗ്രഹിക്കുന്നത്. അതുതന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും തീരുമാനം. ആ തീരുമാനത്തോട് 3 സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ സഹകരിച്ചിരിക്കുന്നു, വൻതോതിൽ സഹകരിച്ചിരിക്കുന്നു. തൂത്തെറിയപ്പെട്ടിരിക്കുന്നു 3 ഗവൺമെന്റുകളും. ഇതേ സമയം നമ്മൾ ഓർക്കണം, അസാമിൽ BJP ഗവൺമെന്റ് 3ാമത്തെ തവണ ജനങ്ങളുടെ അംഗീകാരം നേടി മുന്നോട്ട് വന്നിരിക്കുന്നു. പുതുച്ചേരിയിൽ BJP ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വരികയാണ്. അപ്പോൾ NDAയുടെ ഗവൺമെന്റ് ഉള്ളിടത്ത് ഈ ജനവികാരം ഉണ്ടായില്ല. NDAയെ എതിർക്കുന്ന ഗവൺമെന്റ് ഉള്ളിടത്താണ് അവർ തൂത്തെറിയപ്പെട്ടത്. അപ്പോൾ കേന്ദ്ര സംസ്ഥാന സഹകരണത്തോടെ, സൗഹൃദത്തോടെ പോകുന്ന ഒരു അന്തരീക്ഷം എവിടെയുണ്ടെങ്കിലും ജനങ്ങൾ അത് അംഗീകരിക്കും എന്നുള്ളതിന്റെ പ്രകടമായ തെളിവാണ് ഈ 5 സംസ്ഥാനങ്ങളിലെ ഫലങ്ങൾ.
ഈ 5 സംസ്ഥാനങ്ങളിലെ ഫലങ്ങളിൽ അങ്ങനെ ഒരു സന്ദേശം ഒളിഞ്ഞിരിക്കുന്നു എന്നതാണ് BJP പ്രതിനിധി ശ്രീ ജയസൂര്യൻ സൂചിപ്പിച്ചത്. ശ്രീ അനിൽ ബോസ് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ അനിൽ ബോസ്, കേരളത്തെ സംബന്ധിച്ച് 1977 ശേഷമുള്ള ഏറ്റവും വലിയ മാർജിനിലുള്ള ഒരു വിജയം സാധ്യമാകുന്നു ഒരു മുന്നണിയെ സംബന്ധിച്ച്. അതിന് നേതൃത്വം കൊടുത്ത ആളുകൾ എന്ന നിലയിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനിക്കാവുന്ന ദിവസമാണ് ഇന്ന്. ഭരണത്തിലേക്ക് തിരിച്ചെത്താൻ കഴിഞ്ഞിരിക്കുന്നു. അത് നിങ്ങളെ സംബന്ധിച്ച് നേട്ടമാണ്. അതിനപ്പുറം ഈ 5 സംസ്ഥാനങ്ങൾ എടുത്താൽ ഒരു നാഷണൽ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിന്റെ സംഭാവന എന്ത്? കോൺഗ്രസ് എങ്ങനെ മാറുന്നു, വളരുന്നു എന്ന ഒരു ചോദ്യമുണ്ടല്ലോ. അവിടെ BJPയെ നേരിടുന്ന പാർട്ടി, അതിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി എന്ന നിലയിൽ ഈ ഫലത്തെ കാണുമ്പോൾ കേരളം മാറ്റിവെച്ചാൽ എന്തുണ്ട് ആശ്വസിക്കാൻ? എന്നോടാണോ? അതെ അതെ, ഒരുപാട് കാര്യങ്ങളുണ്ട് ആശ്വസിക്കാൻ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 1ഉം 2ഉം UPA ഗവൺമെന്റ് അതിന്റെ നല്ല രീതിയിലുള്ള ഭരണം കഴിഞ്ഞിട്ടാണ് അകാരണമായി ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നത്. കൃത്യമായി ചെയ്തിട്ടുള്ള ജനക്ഷേമ പ്രവർത്തനങ്ങൾ പൊതുസമൂഹത്തിൽ എത്തിക്കുക എന്ന ഉദാത്തമായ കർത്തവ്യം ഞങ്ങൾ നിർവഹിക്കുമ്പോൾ തന്നെ ഞങ്ങളെക്കാൾ വളരെ നന്നായ രീതിയിൽ ഞങ്ങൾ ചെയ്ത നന്മകളെ വികലമാക്കി പ്രചരിപ്പിക്കുന്നതിൽ അന്ന് സംഘപരിവാർ ശക്തികൾ വിജയിച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. ഞങ്ങൾ വലിയൊരു തിരിച്ചടി നേരിട്ട് അത്രയും ദയനീയമായി ഇന്ത്യയിലെ പൊതു തെരഞ്ഞെടുപ്പിൽ തോറ്റ മറ്റൊരു കാലമില്ല രേണുക. 44 ലോക്സഭാ സീറ്റുകളിലേക്കാണ് ഞങ്ങൾ ഒതുങ്ങിയത്. ഞങ്ങളുടെ ഞങ്ങളുടെ സൈന്യം പരാജയപ്പെട്ടു. ഞങ്ങൾ ഈ പോരാട്ടത്തിൽ വളരെ ദുഃഖിതരായി. ജനങ്ങൾ ഞങ്ങളെ കൈവിട്ടു. കാരണം ഞങ്ങളുടെ തെറ്റുകളായിരുന്നില്ല, ഞങ്ങൾ ചെയ്ത നന്മകളെ പോലും തിരസ്കരിച്ചുകൊണ്ട് ഞങ്ങൾ ചെയ്ത ഗുണഫലങ്ങൾ ജനങ്ങളിൽ എത്തിക്കേണ്ടതിന് ഞങ്ങൾക്ക് കഴിയാത്തടത്ത് ഞങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ ഞങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്നതിൽ സംഘപരിവാറുകാർ വിജയിച്ചു. ആ 44-ൽ നിന്ന് ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതുവരെയുള്ള കടന്നുവരവ് വളരെ വലിയ പ്രതിസന്ധിയാണ്. രാഷ്ട്രീയ പ്രവർത്തനം നിഷേധിക്കുന്നു, ഞങ്ങളെ നയിക്കുന്ന നേതാവിനെ അയോഗ്യനാക്കുന്നു, ഞങ്ങളെ നയിക്കുന്ന നേതാവിനെതിരെ രാജ്യം മുഴുവൻ കേസുകൾ എടുക്കുന്നു, പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ കേസുകൾ എടുക്കുന്നു. വേട്ടയാടലുകളോട് വേട്ടയാടലുകളാണ്. പക്ഷെ ആ 44-ൽ നിന്നും പിന്നീട് നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ 52-ലെത്താനും പിന്നീട് നടന്ന ഈ 2024 തെരഞ്ഞെടുപ്പിൽ 102 പാർലമെന്റ് അംഗങ്ങൾ 99 ജയിച്ചു. 2 സ്വതന്ത്രരായി ഞങ്ങൾക്ക് വേണ്ടി പിന്തുണ പ്രഖ്യാപിച്ച് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്തവരടക്കം 102-ലെത്താനും ഞങ്ങളെ ഒരു രീതിയിലും അംഗീകരിക്കാത്ത നിരവധിയായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ 28ഓളം രാഷ്ട്രീയ പാർട്ടികൾ ഞങ്ങളെ അംഗീകരിക്കുകയും ഞങ്ങളെ ഫോളോ ചെയ്യുകയും ഞങ്ങളുടെ നേതൃത്വത്തിൽ ഒരു മുന്നണി രൂപവൽക്കരിക്കുകയും ചെയ്തു, ഇന്ത്യ യൂണിറ്റി, ഇന്ത്യ സഖ്യം. അതോടൊപ്പം തന്നെ സഭയിൽ നിന്ന് അയോഗ്യനാക്കി ഇറക്കിവിട്ട രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായി ഉയർന്നു വന്നു. ഞങ്ങൾക്ക് കർണാടകയിൽ ഭരണം ഉണ്ടായിരുന്നില്ല. അവിടെ ഭരണം കിട്ടുന്ന സാഹചര്യം BJPയെ ഒഴിവാക്കാൻ ഞങ്ങൾ ജനതാദൾ കോൺഗ്രസ് സഖ്യ സർക്കാരായിരുന്നു പിന്നീട് ഉണ്ടാക്കിയത്. ശ്രീ KC വേണുഗോപാൽ അന്ന് കർണാടകയുടെ ചുമതലയാണ്. പിന്നീട് വന്ന തെരഞ്ഞെടുപ്പിന്റെ അന്തരീക്ഷത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവിടെ ഒറ്റ കക്ഷി എന്നുള്ള നിലയിൽ ഒരു മുന്നണി സഹായമില്ലാതെ ഗവൺമെന്റ് ഉണ്ടാക്കുന്നത് രാജ്യം കണ്ടു. ഞങ്ങൾ ഭരിച്ചിരുന്ന സ്റ്റേറ്റ് അല്ല ഹിമാചൽ പ്രദേശ്, BJP ആണ് ഭരിച്ചിരുന്നത്. അവിടെ ഞങ്ങൾ ഭരണം പിടിച്ചു. ഭരണം പിടിച്ചിട്ടും ഞങ്ങളുടെ 6 MLA-മാരെ കൂറുമാറ്റി ഞങ്ങളുടെ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചപ്പോൾ ബൈ ഇലക്ഷനുകളിൽ അവരെ തന്നെ ഇവർ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ അവരെ പരാജയപ്പെടുത്തി ആ ഗവൺമെന്റിനെ സൃഷ്ടിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. സുക്കു എന്ന് പറയുന്ന മുഖ്യമന്ത്രിയാണ് അവിടെ ഉള്ളത്, കർണാടകയിൽ സിദ്ധരാമയ്യ. ഞങ്ങൾ ഈ പോരാട്ടങ്ങൾക്ക് നടുവിൽ ഞങ്ങൾ തെലങ്കാനയിൽ പ്രതിപക്ഷത്തായിരുന്നു. പിണറായി വിജയൻ അടക്കം പോയി പിന്തുണ കൊടുത്ത ആളായിരുന്നു അവിടെ മുഖ്യമന്ത്രി, BRS എന്ന് പറയുന്ന പാർട്ടിയുടെ. ആ സ്ഥാനത്ത് ആ പാർട്ടിയെ തകർത്തുകൊണ്ട് അവിടെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. നിങ്ങൾ ചെറുതായി കാണരുത്. എല്ലാ തെരഞ്ഞെടുപ്പിലും ജയിച്ചോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ജയിച്ചിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ കയ്യിലില്ലാത്ത 3 സംസ്ഥാനങ്ങൾ ഞങ്ങൾക്ക് ഭരിക്കാൻ കഴിഞ്ഞു. ഞങ്ങളുടെ കയ്യിൽ നിന്ന് കൂറുമാറ്റി കൊണ്ടുപോയി മധ്യപ്രദേശിൽ ഇവർക്ക് ഗവൺമെന്റ് പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ അംഗീകരിക്കുകയാണ്. അതൊന്നും തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ഭാഗമല്ല. ആ ഗവൺമെന്റ് ഒക്കെ പിടിക്കാൻ കഴിഞ്ഞത് ഒരുപാട് വേട്ടയാടലുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിലേക്ക് വന്നാൽ കേരളത്തിൽ അതിശക്തമായ മുന്നേറ്റം. കേരളത്തിന്റെ ചരിത്രത്തിൽ കേരളം 57-ൽ ബാലറ്റിലൂടെ തെരഞ്ഞെടുപ്പിലേക്ക് വന്നതിന് ശേഷം എത്രയോ തെരഞ്ഞെടുപ്പുകൾ കേരളം കണ്ടു. ഈ തെരഞ്ഞെടുപ്പുകളിലൊന്നും കോൺഗ്രസ് പാർട്ടിക്ക് ഇന്ന് വരെ ഇത്രയും MLA-മാർ ജയിച്ചു വന്ന ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടില്ല. UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ടുണ്ട്, കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ് പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഇത്രയധികം MLA-മാർ എന്ന് പറയുന്നത് അത്യത്ഭുതകരമായ വിജയമാണ് ഞങ്ങൾക്കുണ്ടായത്. അത് കോൺഗ്രസ് പാർട്ടിയുടെ വിജയമായി ഞങ്ങൾ കാണുമ്പോൾ തന്നെ
UDF-ന്റെ വിജയമായി ഞങ്ങൾ കാണുമ്പോൾ തന്നെ അതിലുപരിയായി കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ വിജയമായിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. കാരണം ജനം മടുത്തു, ജനം സഹികെട്ടു, ജനം പൊറുതിമുട്ടി, ജനം വോട്ട് ചെയ്തു. ആ ജനം വോട്ട് ചെയ്ത കൂട്ടത്തിൽ ജി സുധാകരനെ പോലെ, TK ഗോവിന്ദനെ പോലെ, കുഞ്ഞികൃഷ്ണനെ പോലെ, ഐഷ പോറ്റിയെ പോലെ ജീവിതത്തിൽ ഒരു കാലത്തും കോൺഗ്രസിനും UDF-നും വോട്ട് ചെയ്തിട്ടില്ലാത്ത ലക്ഷോപലക്ഷം ആളുകൾ പല തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്തിട്ടുള്ളവർ അവർ കന്നി വോട്ടായിട്ട് UDF-ന് വോട്ട് ചെയ്യുന്നത് ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഇത്തവണ കേരളം കണ്ടു. അപ്പൊ അതിൻ്റെതായ ഗൗരവം ഉൾക്കൊണ്ട് വലിയ തിരിച്ചുവരവിന്റെ പാതയിലാണ് ഞങ്ങൾ. ആ തിരിച്ചുവരവിന്റെ പാതയിൽ ഞങ്ങൾ മുന്നോട്ട് പോകും. ഞങ്ങൾ പിന്നെ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട്ടിൽ ഞങ്ങൾ DMK നേതൃത്വം നൽകുന്ന മുന്നണിയിലെ ഘടകകക്ഷിയാണ്. അവിടെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നതിനേക്കാൾ സീറ്റ് കുറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്കറിയാം വിജയ് അവിടെ വരികയും രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുകയും കോൺഗ്രസുമായി സഖ്യസാധ്യതകൾ തേടുകയും ചെയ്തതാണ്. അവിടെ പൊതുവികാരം വിജയ്ക്ക് അനുകൂലമാണ്, TVKക്ക് അനുകൂലമാണ് എന്ന് അറിയുകയും അത്തരം ചർച്ചകൾ ഉയർന്നു വരികയും ചെയ്തപ്പോൾ കോൺഗ്രസ് പാർട്ടി അവിടെ സ്വീകരിച്ച ഒരു സമീപനം BJP എന്ന സംഘപരിവാർ ശക്തികൾ, BJPയുടെ നേതൃത്വത്തിലുള്ള സംഘപരിവാർ ശക്തികൾ രാജ്യത്ത് ഉയർത്തുന്ന ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് നടുവിൽ ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ UDF-നൊപ്പം കോൺഗ്രസിനൊപ്പം ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിനൊപ്പം ഉറച്ചു നിന്ന മുഖ്യമന്ത്രിയാണ് സ്റ്റാലിൻ. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ ഒരുപാട് പോരാട്ടങ്ങൾക്ക് ഞങ്ങളോടൊപ്പം നിന്ന ഒരാളെ ഒരു വീഴ്ചയുടെ ഘട്ടത്തിൽ അദ്ദേഹത്തിന് ജനപിന്തുണ കുറയുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഞങ്ങൾ വിജയുമായി സഖ്യം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ആലോചനകൾ നടന്നിട്ടുണ്ട്. വിജയുടെ ആൾക്കൂട്ടത്തിൽ ആളുകൾ മരണപ്പെട്ട സംഭവം ഉണ്ടായി. വിജയ് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നപ്പോൾ ആശ്വാസ വാക്കുകളുമായി ചെന്നിട്ടുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. പ്രത്യേകിച്ച് കേരളത്തിൽ രാഹുൽ ഗാന്ധിയുടെ പ്രതിനിധിയായി കേരളത്തുകാരനായ ശ്രീ KC വേണുഗോപാൽ ആ സംഭവ സ്ഥലം സന്ദർശിക്കുകയും വിജയിയെ കാണുകയും ചെയ്തതാണ്. അപ്പൊ ഒരുപാട് ചർച്ചകൾ വന്നു. വിജയുമായി പിന്നെ DMK-യോട് നന്ദികേട് കാണിച്ചുകൊണ്ട് ഒരു സെക്കൻഡ് വിജയോട് സ്റ്റാലിനോട് നന്ദികേട് കാണിച്ചുകൊണ്ട് വിജയുമായി കോൺഗ്രസ് സഖ്യം ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിയെയും KC വേണുഗോപാലിനെയും വിമർശിച്ച ആളുകളുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് മുന്നറിയിപ്പുണ്ട്, മുൻധാരണയുണ്ടായിരുന്നു ഒരു തിരിച്ചടി ഉണ്ടാവും. പക്ഷെ തിരിച്ചടിയിൽ കൂടെ നിന്ന നിർണായക ഘട്ടങ്ങളിൽ കൂടെ നിന്ന ഒരാളെ തള്ളിപ്പറയുന്നത് അനുചിതമാണ് എന്ന ബോധ്യമാണ് ഞങ്ങൾ ഈ മത്സരത്തിലേക്ക് പോയത്. ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ബംഗാളിൽ CPM-ന്റെ തകർച്ച, കോൺഗ്രസിന്റെ തകർച്ച ഉണ്ടായിട്ടുണ്ട്. അവിടെ BJPക്ക് മുന്നോട്ട് വരാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ രാജ്യം മുഴുവൻ BJPയുടെ കൂടെയാണ്. അവർ പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ 10 വർഷവും പിണറായി വിജയൻ കേരളത്തിൽ ചെയ്താണ് ശരിയെന്ന് കൂടി നമ്മൾ അംഗീകരിക്കേണ്ടി വരും. മനസ്സിലായില്ലേ? മോഡിയും BJPയും ചെയ്യുന്നതാണ് ഇന്ത്യയിലെ ശരികളെങ്കിൽ പിണറായി വിജയൻ ചെയ്ത ശരികളാണെന്ന് 10 വർഷം കേരളത്തിൽ നമ്മൾ അംഗീകരിക്കേണ്ടി വരും. BJP ഉൾപ്പെടെയുള്ള ആളുകൾ അംഗീകരിക്കേണ്ടി വരും. ആണോ? അങ്ങനെയാണോ? അങ്ങനെയല്ല എന്ന പൂർണ്ണ ബോധ്യം. അതിനൊരു അവസരം വരുമ്പോൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞ് തിരുത്തും. ആ തിരുത്തലാണ് കേരളത്തിൽ നടന്നത്. അത്തരം തിരുത്തലുകൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും പരിശ്രമങ്ങളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. അതിശക്തമായ മുന്നേറ്റമാണ് രാജ്യത്ത് ഞങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ഞങ്ങൾക്ക് അതിനുള്ള പോസിറ്റീവായിട്ടുള്ള സൈനാണ് പല രീതിയിലും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബംഗാളിലോ തമിഴ്നാട്ടിലോ ഒരു മുന്നണി സംവിധാനത്തിൽ ഒരു തകർച്ച ഉണ്ടായി എന്ന് പറഞ്ഞ ഉടനെ തന്നെ അവരെല്ലാം കൊള്ളുകയില്ലാത്തവരാണ് എന്ന് പറയുന്നതിനോടൊന്നും നമുക്ക് യോജിപ്പില്ല. കേരളത്തിൽ ഒരു ചരിത്ര വിജയമാണ് നമുക്കുണ്ടായിരിക്കുന്നത്. കേരളത്തിലെ പൊതുസമൂഹത്തിനോട് വളരെ ഹൃദയപൂർവ്വം ഇടതുപക്ഷത്തെ അനുകൂലിച്ചിരുന്ന, ഒരിക്കലും കോൺഗ്രസ് വോട്ട് ചെയ്യാത്ത ഞങ്ങൾ വോട്ട് ചെയ്ത ആളുകളോടുള്ള നന്ദി ഞങ്ങൾ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. അവരുടെ വിശ്വാസം സംരക്ഷിക്കുന്ന തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും കോൺഗ്രസിന്റെയും UDF-ന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുകൂടി ഉറപ്പ് നൽകാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു. തീർച്ചയായും. എന്തായാലും വെസ്റ്റ് ബംഗാളിൽ, കേരളത്തിൽ എല്ലാം ഭരണവിരുദ്ധ വികാരം, തമിഴ്നാട്ടിലും ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമ്പോൾ NDA ഭരിച്ചിരുന്ന അസമിലും പുതുച്ചേരിയിലും അത് ഉണ്ടാകുന്നില്ല. അവർക്ക് ഭരണ തുടർച്ചയുണ്ടാകുന്നു. ഈ ഇടങ്ങളിലൊന്നും മാറ്റമുണ്ടാക്കാനോ അല്ലെങ്കിൽ നമ്പർ കൂട്ടാനോ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ട് എന്നതാണ് ഇപ്പോൾ നമ്മൾ ഈ റിസൾട്ടിനെ അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാകേണ്ടത്. ഇന്ത്യ മുന്നണിയിലെ ഒരു കക്ഷിയിൽ നിന്ന് മറ്റൊരു കക്ഷിയിലേക്ക്, ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് ഈ ഭരണം മാറിയിരിക്കുന്നു എന്നതാണ് ദേശീയ തലത്തിൽ നോക്കുമ്പോൾ നമുക്ക് ഉണ്ടായിട്ടിരിക്കുന്ന മാറ്റം. ശ്രീ നിർമ്മൽ എബ്രഹാം, നോക്കൂ, തമിഴ്നാട് ഫലത്തെ നമ്മൾ ഒന്ന് നോക്കിയാൽ തമിഴ്നാട്ടിൽ ഇത്രയും ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നത് എക്സിറ്റ് പോളുകൾക്ക് പോലും, മിക്ക എക്സിറ്റ് പോളുകൾക്ക് പോലും പ്രവചിക്കാൻ കഴിയാതിരുന്നതാണ്. അതേസമയം വിജയ് ഉണ്ടാക്കുന്ന ഈ നേട്ടവും ആക്സിസ് മൈ ഇന്ത്യ മാത്രമാണ് എനിക്ക് തോന്നുന്നു ഇത്രയെങ്കിലും അവർ ഒരു ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുമെന്ന നിലയിൽ ഉള്ള ഒരു പ്രവചനം നടത്തിയത്. അപ്പോൾ അതിനപ്പുറമുള്ള ഒരു മാറ്റം തമിഴ്നാട്ടിൽ സംഭവിക്കുകയാണ്. ബോക്സ് ഓഫീസിലെ വിജയുടെ
പടങ്ങൾ വിജയിക്കുമ്പോൾ ആഹ്ലാദിക്കുന്നത് പോലെ കേരളത്തിലെ വിജയുടെ ആരാധകർ ഉൾപ്പെടെ ആ വിജയം ഏറ്റെടുക്കുന്നു, ആഹ്ലാദിക്കുന്നു എന്നതൊക്കെയാണ് നമ്മൾ കണ്ടത്. തമിഴ്നാട്ടിൽ ഈ സിനിമയ്ക്കും രാഷ്ട്രീയത്തിനും ഇടയിൽ അതിർവരമ്പുകൾ ഇല്ല എന്നതൊക്കെ നമുക്കറിയാം. അങ്ങനെയുള്ള ചരിത്രം അവിടെയുണ്ട്. പക്ഷേ 2 വർഷം മാത്രം പ്രായമാകുന്ന ഒരു പാർട്ടി, കൃത്യമായ രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്ത ഒരു പാർട്ടി, അതിനിടയിൽ അവരുടെ ലോഞ്ചിങ്ങിനിടയിൽ പോലും ഉണ്ടായിട്ടുള്ള കരൂർ അപകടവും മറ്റും വിവാദങ്ങളും ഒക്കെ നമ്മൾ കാണുകയാണ്. ആ മുന്നണിയെ ഭരണം മേൽപ്പിക്കാൻ ജനങ്ങൾ മുതിർന്നിരിക്കുന്നു എന്നതിനെ നമ്മൾ എങ്ങനെ നോക്കിക്കാണും? അതിലൊരു പ്രധാന ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DMK-ക്കെതിരെയുള്ള ഭരണവിരുദ്ധ വികാരമാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്നെന്ന് പറഞ്ഞാൽ DMK വളരെ കറപ്റ്റായി മാറിയ ഒരു പാർട്ടിയാണ് ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ. മാത്രമല്ല വർഷങ്ങളായിട്ട് തമിഴ്നാട്ടുകാർക്കുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ DMK, നമുക്കിവിടെ UDF-ഉം LDF-ഉം മാത്രം ഉള്ളതുപോലെ ഒന്നെങ്കിൽ DMK അല്ലെങ്കിൽ AIDMK എന്നുള്ള ഓപ്ഷൻസ് മാത്രമാണ് മുന്നിലുള്ളത്. അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾ അസ്വസ്ഥരായിരുന്നു. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒത്തിരി സോഷ്യൽ വെൽഫെയർ കൊടുക്കുന്ന പാർട്ടികളാണ് തമിഴ്നാട്ടിലുള്ള പാർട്ടികൾ. പൊതുവെ അത് ഫുൾഫിൽ ചെയ്യാറുണ്ട്. എന്നാൽ ഇത്തവണ DMK ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ മെജോറിറ്റി കിട്ടിയപ്പോഴത്തേക്ക് അവർ കുറേ ഉറപ്പുകൾ കൊടുത്തിരുന്നു. പഴയ പെൻഷൻ സ്കീം തിരിച്ചു കൊണ്ടുവരുന്നുള്ള ഉറപ്പ് കൊടുത്തു. പെട്രോളിന്റെ വില സബ്സിഡി കൊണ്ടുവന്ന 5 രൂപ കുറയ്ക്കുമെന്ന് പറഞ്ഞു. ഡീസലിന്റെ വില 4 രൂപ കുറയ്ക്കുമെന്ന് പറഞ്ഞു. ഗ്യാസിന് 100 രൂപ അടുത്ത് സബ്സിഡി കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഇതൊന്നും പക്ഷെ ചെയ്തു കൊടുത്തില്ല എന്നുള്ള ഒരു വശത്തുണ്ട്. മറുവശത്ത് TMC ബംഗാളിലുള്ളതുപോലെ തന്നെ ക്രൈമിനെതിരെ കണ്ണടയ്ക്കുന്നു. കഞ്ചാവ് മാഫിയയും ലഹരി മാഫിയയും ഒക്കെ ആയിട്ട് അടുത്ത ബന്ധം ഗവൺമെന്റ് ഒഫീഷ്യൽസ് പുലർത്തുന്നു, അവർക്കെതിരെയും കണ്ണടയ്ക്കുന്നു എന്നുള്ള ആരോപണങ്ങളും മറുവശത്ത്. അപ്പൊ ഇതെല്ലാം നിൽക്കുന്ന സമയത്ത് മറു പാർട്ടി ഏത് എന്നുള്ളൊരു ചോദ്യത്തിന് എന്നും ഉത്തരം AIDMK എന്നുള്ളതായിരുന്നു. പക്ഷെ ഇത്തവണ AIDMK വീക്കായി പോയതാണ് വിജയ്ക്ക് അനുകൂല ഒരു ഘടകമായിട്ട് വന്നത്. കാരണം AIDMK-ക്കുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പഴയ പോലെ ഇപ്പൊ പണ്ട് MGR ഉണ്ടായിരുന്നു, അതിനുശേഷം ജയലളിത ഉണ്ടായിരുന്നു. ഇപ്പൊ അതുപോലെ കരിസ്മാറ്റിക് ആയിട്ടൊരു ലീഡർ ഇല്ല. മാത്രമല്ല ഇപ്പൊ നിൽക്കുന്ന ലീഡർ EPS എന്ന് പറഞ്ഞാൽ അദ്ദേഹം നമ്മുടെ നാട്ടിൽ പിണറായി വിജയനെ പോലെ ഏകദേശം ഒരു ഓട്ടോക്രാറ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞു. അതായത് കൂടെ നേതൃസ്ഥാനത്തേക്ക് വരാൻ സാധ്യതയുള്ള എല്ലാവരെയും തന്നെ തട്ടിക്കളയുന്നു. ശശികലയെ ഒഴിവാക്കുന്നു, ശശികലയുടെ മരുമകനായിട്ടുള്ള ദിനകരനെ ഒഴിവാക്കുന്നു. അതേപോലെ സെങ്കോട്ടി എന്ന് പറഞ്ഞ 40-45 വർഷത്തോളം ഈ പാർട്ടിക്ക് വേണ്ടി വർക്ക് ചെയ്ത മറ്റൊരാളെ ഒഴിവാക്കുന്നു. അങ്ങനെയുള്ള എല്ലാവരെയും ഒഴിവാക്കുന്നു. വിജയുമായിട്ട് പോലും ഒരു സഖ്യത്തിന് തയ്യാറാകാതിരുന്നത് EPS-ന് താല്പര്യമില്ലാതിരുന്നതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നിൽക്കുമ്പോഴത്തേക്കും പിന്നെയുള്ള ആളുകളുടെ മുന്നിലുള്ള ഓപ്ഷൻ വിജയാണ്. വിജയുടെ ഈ വിജയത്തിനെ ശരിക്കും കുറച്ച് കാണാൻ പറ്റില്ല. കാരണം നമ്മൾ പൊതുവെ പറയും സെലിബ്രിറ്റീസിനും കരിസ്മാറ്റിക് ആയിട്ടുള്ള ലീഡേഴ്സിനും എല്ലാം തമിഴ്നാട്ടിൽ ജയിക്കാൻ എളുപ്പമാണെന്ന് പറയും. പക്ഷെ ചരിത്രം നോക്കിയാൽ അങ്ങനല്ല. ഈ പറയുന്ന MGR 20 വർഷത്തോളം DMK-യിൽ നിന്ന് പ്രവർത്തിച്ച് അതിനുശേഷം കരുണാനിധിയുമായിട്ട് പിണങ്ങി പുറത്തുപോയി 5 വർഷം ഒപ്പോസിഷൻ ലീഡറായിട്ട് പ്രവർത്തിച്ച് അങ്ങനെ 25 വർഷത്തിന് ശേഷമാണ് അദ്ദേഹം ഒരു സെലിബ്രിറ്റി ആയിരിക്കുമ്പോൾ പോലും വിജയിക്കുന്നത് എന്നുള്ളത് നമ്മൾ മറക്കരുത്. അതേ MGR ആണ് ജയലളിതയെ കൊണ്ടിരുന്നത്. എന്നിട്ട് പോലും ജയലളിതയ്ക്ക് 9 വർഷം എടുത്തു ആദ്യത്തെ വിജയം കാണാനായിട്ട്. ഇനി ഈ അടുത്തുള്ള ഇലക്ഷൻസ് നോക്കി എത്രയോ നടന്മാർ, കമൽഹാസൻ ശ്രമിച്ചു, വിജയകാന്ത് ശ്രമിച്ചു, രജനീകാന്ത് ശ്രമിക്കാൻ ഓങ്ങി, പക്ഷേ അവസാന നിമിഷം പിന്മാറി. ഇവരുടെയൊക്കെ വോട്ട് ഷെയർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വിജയമായിട്ട് താരതമ്യം പോലും ചെയ്യാൻ പറ്റില്ല. കമൽഹാസൻ ആകെ നേടിയത് 2% വോട്ടാണ്, വിജയകാന്ത് ആകെ നേടിയത് 8% വോട്ടാണ്. വോട്ട് ഷെയർ കിട്ടില്ല എന്ന് വിചാരിച്ച് രജനീകാന്ത് പിന്മാറി. അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ് ഈ വെറും 2 വർഷം കൊണ്ട് ഇത്രയും വലിയൊരു മെജോറിറ്റിയോടെ വിജയം കാണുന്നത്. അതുകൊണ്ട് അതിനെ കുറച്ച് കാണാൻ പറ്റില്ല. പക്ഷെ അതിന് പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് ഞാൻ കാണുന്നത് ചെറുപ്പക്കാരുടെ വോട്ടാണ്. അത് ഒരുപക്ഷെ BJP എയിം ചെയ്തിരുന്ന വോട്ടുകളാണ് ചെറുപ്പക്കാരുടെ വോട്ടും അർബൻ വോട്ടുകളും. ഇത് രണ്ടും പിടിച്ചെടുത്തത് വിജയാണ്. പക്ഷെ അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 234 കോൺസ്റ്റിറ്റ്യുവൻസീസിൽ പലതിലും വിജയ് നേരിട്ട് പോയിട്ട് പോലില്ല. ശരിക്കും ജില്ലാ കണക്കെടുത്തു കഴിഞ്ഞാൽ ഒരു 8-10 ജില്ല, പെരമ്പൂർ, തിരുപ്പൂർ, അങ്ങനെയുള്ള കരൂർ, ഇങ്ങനെയുള്ള ചെറിയ ഒരു ചെന്നൈ, കോയമ്പത്തൂർ, ഇങ്ങനെ എണ്ണി നോക്കിയാൽ 8-9 സ്ഥലങ്ങളിൽ അദ്ദേഹം പോയിട്ടുള്ളൂ. അവിടെ എല്ലാം നടത്തിയത് ഒരു റോഡ് ഷോ ആണ്, 1-2 പ്രസംഗം കൊടുത്തതാണ്. എന്നിട്ട് പോലും ഈ വിജയം നേടാൻ സാധിച്ചു എന്ന് പറയുന്നത് അത്രമാത്രം ഭരണവിരുദ്ധ വികാരം DMK-ക്കെതിരെ ഉണ്ടായിരുന്നു. അതിനൊരു പ്രധാന മറ്റൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ പലപ്പോഴും കുറ്റം പറയും, ഡൈനസ്റ്റിയാണ്, രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി, രാജീവ് ഗാന്ധി എന്നൊക്കെ പറയുന്ന പോലെ അവിടെ സംഭവിക്കുന്നത് എന്താ? കരുണാനിധി മുതൽ തുടങ്ങിയതാണ് DMK. കരുണാനിധി കഴിഞ്ഞിട്ട് MK സ്റ്റാലിൻ വന്നു. MK സ്റ്റാലിൻ കഴിഞ്ഞ് ഇപ്പോൾ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററായിട്ട് ഉദയനിധി സ്റ്റാലിനെ വെക്കുന്നു. ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ മകനായ ഇമ്പനിധി സ്റ്റാലിനെ കൊണ്ടുവരാൻ ശ്രമം നടത്തുന്നു. ഇങ്ങനെയൊക്കെ കണ്ടപ്പോൾ ആളുകൾക്കൊരു മടുപ്പ് തോന്നിയിട്ടുണ്ട്. അതിന്റെ ഗുണഭോക്താവായത് വിജയാണ് എന്നുള്ളതാണ് സത്യം. തീർച്ചയായും അതാണ് തമിഴകത്തെ സാഹചര്യം എന്നതാണ് താങ്കൾ വിലയിരുത്തുന്നത്. നമുക്ക് ചർച്ചയിലേക്ക് തിരിച്ചെത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ഡോക്ടർ മോഹൻ വർഗീസ്, അമിത്ഷായുടെ ചാണക്യ സ്റ്റൈൽ മൈക്രോ മാനേജ്മെന്റ് പ്ലസ് മോദി ഫേസ്
അത് മറ്റൊരു പ്രാദേശിക ഇടത്തുകൂടി വലിയ മാജിക് ഉണ്ടാക്കിയിരിക്കുകയാണ്, ഒരു വലിയ കടന്നുകയറ്റം ഉണ്ടാക്കിയിരിക്കുകയാണ്. ബീഹാർ പിടിക്കുമ്പോൾ തന്നെ ഗംഗ ഒഴുകുന്നത് ബംഗാളിലേക്കാണ് എന്ന് സൂചന നൽകിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇപ്പോൾ പ്രവചിച്ചതുപോലെ തന്നെ ആ വിക്ടറി സാധ്യമായിരിക്കുന്നു. 206 സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു. അസാധ്യമെന്ന് കരുതിയ കാര്യമാണ് BJP നേടിയെടുത്തിരിക്കുന്നത്. അവിടെ തകരുന്നത് രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, കേന്ദ്ര സർക്കാരിനെതിരെ ഏറ്റവും ശക്തമായ എതിർപ്പുന്നയിക്കുന്ന, പോരാട്ടം നടത്തുന്ന മുഖ്യമന്ത്രിയെയാണ് അവർ തൂത്തെറിഞ്ഞിരിക്കുന്നത് എന്നൊരു സാഹചര്യമുണ്ട്. എങ്ങനെ കാണണം ഈ കടന്നുകയറ്റത്തെ, ഈ വിജയത്തെ? ചരിത്രപരം എന്ന് പ്രധാനമന്ത്രി തന്നെ വിശേഷിപ്പിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന സൂചനകൾ എന്താണ്? രേണുക, ഏതാനും വർഷം മുൻപ് അസാധ്യമെന്ന് കരുതിയ പല കാര്യങ്ങളുമാണ് ഭാരതീയ ജനതാ പാർട്ടി ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്നത്. കളങ്ങൾ പലതും പിടിച്ചെടുക്കുകയാണ്. ഒഴിഞ്ഞു കിടക്കുന്ന കളങ്ങളിൽ അസ്തിത്വം ഉണ്ടാക്കിയെടുക്കുകയാണ് BJP. നോക്കൂ, 28 സംസ്ഥാനങ്ങളിൽ 17 സംസ്ഥാനങ്ങളിലാണ് BJPയുടെ മുഖ്യമന്ത്രിമാരുള്ളത്. അപ്പോൾ ഒരു കാലത്ത് പാൻ ഇന്ത്യ പാർട്ടിയെ വളരാൻ BJPക്ക് കഴിയുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാ സംശയങ്ങളും ദൂരീകരിച്ചുകൊണ്ട് മിക്ക മേഖലകളിലേക്കും, ഏതാണ്ട് ഇന്ത്യയുടെ എല്ലാ മേഖലകളിലേക്കും ഒരു സാന്നിധ്യം എന്ന നിലയിലല്ല, ഒരു വയബിൾ ഓപ്ഷൻ അല്ലെങ്കിൽ ഭരണകക്ഷി എന്ന നിലയിലേക്ക് വരികയാണ് BJP. അതിൻ്റെ അവസാനത്തെ ഏടായി കാണാവുന്നത് ബംഗാളാണ്. 294 നിയമസഭാ സാമാജികരെ തിരഞ്ഞെടുക്കുന്ന ബംഗാളിൽ 3-2 ഭൂരിപക്ഷവും കടന്ന് BJP ജയിച്ച് മുഖ്യമന്ത്രിയെ സൃഷ്ടിക്കുകയാണ്. നോക്കൂ, ഇതൊരു യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ടെന്നീസിൽ പറയും ഗ്രാൻഡ് സ്ലാം അല്ലെ, വിംബിൾട്ടൺ, US ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, ഇതെല്ലാം കൂടെ ജയിച്ചു കഴിയും, ഓസ്ട്രേലിയൻ ഓപ്പൺ 4 ജയിക്കുമ്പോൾ ഗ്രാൻഡ് സ്ലാം നേടി എന്ന് പറയുമ്പോഴാണ് ഒരു കളിക്കാരിക്ക് അതിൻ്റെ ടെന്നീസിൻ്റെ നെറുകയിലെത്താൻ കഴിയുന്നത്. പക്ഷേ ഒരു സ്ലാം കൂടി ബാക്കിയുണ്ട്, അതുകൂടി ചേർന്നാലാണ് ഗോൾഡൻ സ്ലാം, ഒളിമ്പിക് ഗോൾഡ് മെഡൽ ഇൻ ടെന്നീസ്. അതിപ്പോൾ ഇരിക്കുന്നത് കേരളം, തമിഴ്നാട്, ഒരു പക്ഷേ കാശ്മീർ ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ BJP ഭരണത്തിലെത്തിയിരിക്കുന്നു. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ, ഏതാനും സംസ്ഥാനങ്ങളിലെ ചെറിയ സംസ്ഥാനങ്ങളിലെ കാര്യം ഒന്ന് മറക്കാം. അവിടെയും NDAക്ക് ഭരണത്തിലെത്താൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ NDAയുടെ തേർവാഴ്ചയുടെ കാലഘട്ടം തുടരുന്നു. ഇപ്പോൾ കേരളത്തിൽ വലിയ പ്രഭാവം ചെലുത്താൻ കഴിഞ്ഞില്ല എങ്കിലും താമര 1 2 3 വിരിയിക്കാൻ കേരളത്തിലും കഴിഞ്ഞു എന്ന് പറയുമ്പോൾ തീർത്തും ഈ അപ്രസക്തമായി പോകുന്ന രീതിയിൽ BJP ഒരിടത്തുമില്ല എന്ന് കാണാം. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും വലിയ പ്രതാപകാലത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തേക്കും കടന്നു കയറാൻ കഴിയും. ഇനി ബംഗാളിലേക്ക് വരാം. ബംഗാളിൽ ദീദിയുടെ 15 വർഷങ്ങൾ, 1.5 പതിറ്റാണ്ട്. അപ്പം ദീദിയെ മാറ്റാനൊക്കെ ഓരോ സമയത്ത് നമ്മൾ വിചാരിക്കും സിദ്ധാർത്ഥ ശങ്കർ റായ് നയിച്ചിരുന്ന സമയത്ത് കോൺഗ്രസിനെ മാറ്റാനാവില്ല. സ്വാതന്ത്ര്യാനന്തരം 77 വരെയുള്ള ദീർഘമായ 30 സംവത്സരം കോൺഗ്രസ് പാർട്ടിയുടെ തേർവാഴ്ചയായിരുന്നു ബംഗാളിൽ. കോൺഗ്രസിനെ കടമിറക്കിക്കൊണ്ടെത്തിയ CPM അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിന്നീട് ഒരു 1/4 നൂറ്റാണ്ട് ബംഗാളിൻ്റെ രാഷ്ട്രീയ ഭാഗധേയം നിർണ്ണയിച്ചു. നന്ദിഗ്രാമിലും സിംഗ്രൂരിലും കണ്ട ഒരു വ്യതിയാനം, അതൊരു വലതുപക്ഷ വ്യതിയാനമാണ്. ക്രോണി ക്യാപിറ്റലിസ്റ്റുകളുടെ പുറകെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്ന ധ്വനി വന്നപ്പോൾ ബംഗാളികൾ ഇടതുപക്ഷത്തെ തൂത്തെറിഞ്ഞു. അവർ വലിയ പ്രതീക്ഷയോടെ കൊണ്ടുവന്ന മമതാ ബാനർജിയും ധാർഷ്ട്യത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും ഗുണ്ടായുസത്തിൻ്റെയും സ്വരമാണ് സംസാരിച്ചത്. അവിടെ വ്യത്യസ്തതയോടുകൂടി BJP കടന്നു വരികയാണ്. ചാണക്യതന്ത്രങ്ങളുമായി അമിത്ഷാ കടന്നു വരുന്നത് ശരിയാണ്. ഡൽഹിയിലൂടെ ഒഴുകി, യമുനയാണ് ഒഴുകി, ഗംഗ ഒക്കെ വന്ന് സംഗം അലഹബാദിൽ ചെന്ന് ഉത്തർപ്രദേശിലൂടെ ഒഴുകി ബീഹാറിലൂടെ ഒഴുകി എത്തുന്നത് ബംഗാളിലേക്കാണ്. ലക്ഷ്യമെന്താണെന്ന് രാഷ്ട്രീയ ചാണക്യനായ, ഭാരതം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ വിശാരദനായ ശ്രീ അമിത്ഷാ ആഭ്യന്തരമന്ത്രി പറഞ്ഞു വെച്ചപ്പോൾ ഇത്രയധികം വലിയൊരു വിജയമുണ്ടാകുമെന്ന് വിചാരിച്ചില്ല. പല എക്സിറ്റ് പോളുകളും കുറിയിട്ട ചിത്രം ഒരു BJPക്ക് അഡ്വാൻറ്റേജ് എന്ന നിലയിലാണ്. ഇത്രയും വലിയ അഡ്വാൻറ്റേജിലേക്ക് BJP വരുന്നു എന്ന് പറയുമ്പോൾ ബംഗാളിൽ ദീദിയുടെ മാ മിഠി മനുഷ് എന്ന ആ ഒരു സങ്കല്പം തന്നെ അവിടെ പഴങ്കഥയായി മാറുന്നു. ഇവിടെ 3M എന്നതായിരുന്നു ഫോർമുല. മമത എന്ന മഹാമേരു, പിന്നീട് മഹിള എന്ന സ്ത്രീകളുടെ പിന്തുണ, പിന്നെ മുസ്ലിം ജനസാമാന്യത്തിൻ്റെ പിന്തുണ. ഒരു 27% ബംഗാളികളാണ് മുസ്ലിങ്ങളെന്ന് ഓർക്കണം. SIRലൂടെ വിട്ടുനിർത്തപ്പെട്ടത് പ്രധാനമായും മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ
പിന്തുണക്കാരാണ് എന്ന് പലരും പറയുന്നു. പക്ഷേ അത് പൂർണ്ണമായി ശരിയാക്കണമെന്നില്ല. കൂടുതൽ വിട്ടുനിർത്തപ്പെട്ട പേരുകൾ 9 ലക്ഷത്തോളം പേരുകളാണ് 90 ലക്ഷം പേരാണ് വിട്ടുനിർത്തപ്പെട്ടത്. ഈ 90 ലക്ഷത്തിൽ ഭൂരിപക്ഷവും ഹിന്ദുക്കളായിരുന്നു എന്ന് പറയുമ്പോൾ അത് മമതാ ബാനർജിയുടെ വോട്ട് മാത്രം വിട്ടുനിർത്തി എന്ന് പറയുന്നത് പൂർണ്ണ അർത്ഥത്തിൽ ശരിയല്ല. അതുകൊണ്ട് SIR ഒരു ഘടകമാകാം. മമതയുടെ തേർവാഴ്ചയ്ക്ക് ഗുണ്ടായുസത്തിനെതിരെയുള്ള ഒരു ചെറുത്തുനിൽപ്പാകാം. ഈ കൗണ്ടിംഗ് ദിവസവും പലതരത്തിലുള്ള ആരോപണങ്ങൾ മമതാ ബാനർജിയുടെ ഭാഗമായി ഉയരുന്നുണ്ട്. ഇപ്പോൾ മമതാ ബാനർജി മത്സരിക്കുന്ന മണ്ഡലത്തിൽ കൗണ്ടിംഗ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നിർത്തിവെച്ചതിന് ശേഷം പുനരാരംഭിച്ചിരിക്കുന്ന സാഹചര്യമേ ഉള്ളൂ. അവിടെ എന്തൊക്കെയാണ് EVM ഉൾപ്പെടെ നടക്കുന്ന ക്രമക്കേടുകൾ എന്നതിന്റെ കൂടുതൽ ആരോപണങ്ങൾ വരും ദിവസങ്ങളിലൊക്കെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. അതിന്റെ തോൽവിയുടെ കാരണങ്ങൾ മമതാ ബാനർജി വിശദീകരിക്കുന്ന ഘട്ടത്തിൽ അതൊക്കെയും ഉണ്ടാകുമെന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശ്രീ ജയസൂര്യൻ, നോക്കൂ, ഇവിടെ ഇപ്പോൾ ബംഗാളിൽ നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറത്തേക്കുള്ള ഒരു നേട്ടത്തിലേക്ക് എത്തുന്നു. തമിഴ്നാട്ടിൽ ഇന്ന് രാവിലെ കൗണ്ടിംഗ് തുടങ്ങുന്നതിന് മുൻപ് ഖുഷ്ബു വിജയിയെ സ്വാഗതം ചെയ്യുന്നു, ഞങ്ങളുടെ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു എന്ന നിർദ്ദേശം കൊടുക്കുകയാണ്. പക്ഷേ BJPയെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടാണ് വിജയ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. പിന്നീട് എപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സമീപനമാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. പക്ഷേ മെജോറിറ്റി ഇല്ലാത്ത സാഹചര്യത്തിൽ എന്താണ് നീക്കമെന്നത് അറിയില്ല. കേരളത്തിലേക്ക് വന്നാൽ നിങ്ങൾ 2 അക്കം കടക്കും എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എക്സിറ്റ് പോളുകൾ ആ രീതിയിലുള്ള ഒരു പ്രതീക്ഷ നിങ്ങൾക്ക് നൽകിയിരുന്നു. പക്ഷേ 3ലേക്ക് ചുരുങ്ങിപ്പോകുന്ന സാഹചര്യമാണ്. അപ്പോൾ ദക്ഷിണേന്ത്യയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് തമിഴ്നാട്, കേരളം സംബന്ധിച്ച് നിങ്ങളുടെ പ്രതീക്ഷകൾക്കൊത്ത് പ്രകടനം ഉയരുന്നില്ല എന്ന ഒരു യാഥാർത്ഥ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു സ്ട്രാറ്റജി ഉണ്ട്. ഇപ്പൊ ബംഗാളിലേക്ക് നോക്കൂ. ബംഗാളിൽ ഞങ്ങൾക്ക് ഇതുപോലെ 3 സീറ്റാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം അത് 77 ഇപ്പോൾ എത്രയായി എന്ന് എണ്ണി തീർന്നിട്ടുമില്ല. ഏതായാലും 200 കടന്നു, 3-2 ഭൂരിപക്ഷത്തിന് അപ്പുറത്തേക്ക് പോയി. ഇതുപോലെ ഓരോ സ്റ്റേറ്റുകളും BJP കടന്നെത്തുമ്പോൾ ഇതുപോലെ ചെറിയ തോതിലാണ് തുടങ്ങുന്നത്. 2%, 3%, 1.5%. ത്രിപുരയിലൊക്കെ വെറും 1.5% വോട്ടിൽ നിന്നാണ് പിന്നീട് അധികാരത്തിലേക്ക് വരുന്നത്. അപ്പോൾ ചെറിയ ശതമാനങ്ങളിലൂടെ 1-2 സീറ്റുകളിലൂടെ തുടക്കം കുറിച്ചിട്ട് പിന്നീടാണ് ഭരണത്തിലേക്ക് വരിക. പാർലമെന്റിൽ 2 സീറ്റുമായിട്ട് ഇരുന്ന കാലത്ത് ഞങ്ങളെ എല്ലാവരും ആക്ഷേപിച്ചിരുന്നു, കുടുംബാസൂത്രണ പാർട്ടി അല്ലേ, നാം 2 നമുക്ക് 2 എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പോഴും അന്നും വാജ്പേയി പറഞ്ഞു ഞങ്ങൾക്കൊരു കാലം വരും, ഞങ്ങളുടെ കാലഘട്ടം വരും. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം എടുത്തു ചാടി അങ്ങനെ വളർന്നു പോകാൻ പറ്റുന്ന ഒരു സംവിധാനമല്ല. നിലവിലിരിക്കുന്നതായ ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളെയും എതിർത്തുകൊണ്ട് വേണം ഞങ്ങൾക്ക് മുന്നോട്ട് വരാൻ. കേരളത്തിലാണെങ്കിൽ LDFനെയും UDFനെയും പരാജയപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുകയുള്ളൂ. തമിഴ്നാട്ടിലും അതുപോലെ തന്നെയാണ്. DMKയുടെയും AIDMKയുടെയും ഒക്കെ മുന്നണികൾ, ആ മുന്നണികൾക്കിടയിൽ വിള്ളൽ ഉണ്ടാക്കിക്കൊണ്ട് മാത്രമേ കടന്നു വരാൻ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അതിനൊരു പ്രത്യേക സ്ട്രാറ്റജി ഉണ്ട്. ആ സ്ട്രാറ്റജി അനുസരിച്ചാണ് ഞങ്ങൾ വരുന്നത്. ജനങ്ങളുടെ പിന്തുണ ആർജിച്ചെടുക്കാൻ കഴിയുന്ന നിരവധിയായ പദ്ധതികളിലൂടെ അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ വിശ്വാസം ആർജിക്കാൻ കുറച്ച് കാലതാമസം വരും. പക്ഷെ അങ്ങനെ വന്നാലും ഞങ്ങൾക്ക് ഭയമൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 17-18 സ്റ്റേറ്റുകളിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് ഭരിക്കുന്നു. NDA ഉൾപ്പെടെ നോക്കുമ്പോൾ 22 സംസ്ഥാനങ്ങൾ, 28 സംസ്ഥാനങ്ങൾ ആകെയുള്ള ഇന്ത്യയിലെ 22 സംസ്ഥാനങ്ങളിലും NDA ഭരിക്കുന്നു. ഇപ്പോൾ BJPക്ക് സീറ്റുകളില്ലാത്ത സംസ്ഥാനങ്ങൾ എന്ന് പറയാൻ ഒന്നും തന്നെ ഇല്ലാത്ത അവസ്ഥയാണ്. പണ്ട് കേരളത്തിൽ ഇല്ലാതെ പറയാമായിരുന്നു, തമിഴ്നാട്ടിൽ ഇല്ലാതെ പറയാമായിരുന്നു. ഇതിപ്പോ കേരളത്തിൽ 3 എണ്ണമുണ്ട്, തമിഴ്നാട്ടിൽ 3 എണ്ണമുണ്ട്. അങ്ങനെ എല്ലാ ഭാഗത്തും അതിന്റെ ഒരു സാന്നിധ്യം കൊണ്ടുവരുമ്പോൾ നിലവിലുള്ള രാഷ്ട്രീയ ഘടന അപ്പാടെ മാറുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ കേരളത്തില് എല്ലാവരും ഒരു ആക്ഷേപത്തോടു കൂടി, ഒരു പുച്ഛത്തോടെ, ഒരു പരിഹാസത്തോടെയാണ് BJP കണ്ടിരുന്നത്. ഇത്തവണ ഇലക്ഷൻ വന്നപ്പോൾ അതൊക്കെ മാറി, ഒരു വലിയ ഗൗരവമായി. BJP പിടിക്കുന്ന വോട്ട് ആരുടേതായിരിക്കും, BJPക്ക് എത്ര സീറ്റ് കിട്ടും, മുന്നണികൾക്ക് ഭൂരിപക്ഷം കിട്ടുമോ, ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകൾ ആദ്യമായിട്ട് ഇവിടെ ഉണ്ടായി. ഏതായാലും ഇപ്പോൾ നമുക്ക് കണ്ടതുപോലെ തന്നെ കേരളത്തിലും തമിഴ്നാട്ടിലും 3 സീറ്റുകൾ വീതമെന്ന് പറയുമ്പോഴും കേരളത്തിലെയും തമിഴ്നാട്ടിലെയും രാഷ്ട്രീയ ഘടനയെ വളരെ ഗൗരവമായിട്ട് സ്വാധീനിക്കാൻ പറ്റും. ഇപ്പോൾ കേരളത്തില് സീറ്റുകളുടെ എണ്ണത്തിൽ 3 എണ്ണമേ ഉള്ളൂ എങ്കിൽ പോലും വോട്ടിന്റെ എണ്ണം പരിശോധിച്ച് നോക്കുമ്പോൾ എത്രയോ സീറ്റുകളിൽ 30,000 കടന്നിരിക്കുന്നു, എത്രയോ സീറ്റുകളിൽ 40,000 കടന്നിരിക്കുന്നു. 30,000, 40,000 ഒക്കെ കടന്നാൽ പിന്നീട് വിജയത്തിലേക്ക് വരാൻ ഒരു 10-15 മാത്രം കൂട്ടിച്ചേർത്താൽ മതി. 10-15 എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് കൂട്ടിച്ചേർക്കാൻ കഴിയുന്നതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ കേരളവും BJPക്ക് പാകപ്പെട്ടിരിക്കുന്നു, തമിഴ്നാട് BJPക്ക് പാകപ്പെട്ടിരിക്കുന്നു. അടുത്ത ഇലക്ഷൻ വരുമ്പോൾ ദക്ഷിണേന്ത്യ ഉത്തരേന്ത്യ എന്ന വ്യത്യാസമില്ലാതെ ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും കടന്നു ചെല്ലാൻ BJPക്ക് സാധിക്കും. പക്ഷെ BJPയെ വളരെ ഭയത്തോടു കൂടി പലരും അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ BJPയെ കുറിച്ചുള്ള വലിയ ആക്ഷേപം എന്താണ്? ഇത് ഹിന്ദു വർഗീയ സവർണ ഫാസിസ്റ്റ് മുന്നോക്ക പാർട്ടിയാണ്,
അതുകൊണ്ട് ഇവിടെ ഈ ന്യൂനപക്ഷങ്ങൾക്കൊന്നും രക്ഷയില്ല. BJP അധികാരത്തിൽ വന്നാൽ ക്രിസ്ത്യാനികളെ മുഴുവൻ റോമിലേക്ക് ഓടിക്കും, മുസ്ലിങ്ങളെ മുഴുവൻ പാകിസ്ഥാനിലേക്ക് ഓടിക്കും എന്നൊക്കെ ആയിരുന്നല്ലോ പ്രചരണം. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഇന്ത്യയില് ക്രൈസ്തവർക്ക് ഭൂരിപക്ഷമുള്ള 3 സംസ്ഥാനങ്ങളിൽ 3 സംസ്ഥാനവും BJP ആണ് ഭരിക്കുന്നത്. ക്രൈസ്തവർക്ക് 25% കൂടുതൽ പെർസെന്റേജ് വോട്ടുള്ള അല്ലെങ്കിൽ ജനസംഖ്യയുള്ള 5 സംസ്ഥാനങ്ങൾ, 5ഇടത്തും BJP ആണ് അധികാരത്തിലിരിക്കുന്നത്. ഇന്ത്യയില് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ MLA-മാരുള്ള പാർട്ടി കോൺഗ്രസ് അല്ല, കേരള കോൺഗ്രസ് അല്ല. പിന്നെയോ 234 ക്രിസ്ത്യൻ MLA-മാരുള്ള പാർട്ടി BJP ആണ്. അതുപോലെ തന്നെ 42 ക്രിസ്ത്യൻ മന്ത്രിമാരുള്ള പാർട്ടി BJP ആണ്. 2 ക്രിസ്ത്യൻ മുഖ്യമന്ത്രിമാരുള്ള പാർട്ടി BJP ആണ്. അപ്പൊ ശരിക്കും പറഞ്ഞ ക്രിസ്ത്യാനികളുടെ പാർട്ടി BJP ആണ്. ശരി, അത് പറയുമ്പോൾ പോലും ക്രിസ്ത്യൻ ഔട്ട്റീച്ച് നടത്തി ഇവിടെ മാജിക് ഉണ്ടാക്കാൻ ശ്രമിച്ചു. കേന്ദ്രമന്ത്രിയെയും വലം കൈയായ വ്യക്തിയെയും ഒക്കെ നിർത്തി കോട്ടയത്തൊക്കെ നടത്തിയ പരീക്ഷണങ്ങൾ അമ്പാടെ പാളിയ ഒരു സാഹചര്യവും ഉണ്ടല്ലോ. ശ്രീ ജയസൂര്യൻ, സമയപരിമിതി കൊണ്ടാണ്. പാളിയിട്ടൊന്നുമില്ല, വൻതോതിൽ വോട്ട് വർദ്ധിച്ചിട്ടുണ്ട്. വോട്ടിന്റെ കണക്ക് നാളെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ശരി ശരി ശരി, അതാണ് ആത്മവിശ്വാസം. ശ്രീ അനിൽ ബോസ് കേൾക്കാമോ എന്നെ? ശ്രീ അനിൽ ബോസ്, നോക്കൂ, ഇവിടെ ഇപ്പോ BJPയെ സംബന്ധിച്ച് ആ വിധത്തിലൊക്കെയുള്ള ആത്മവിശ്വാസമാണ്. ഇന്ന് ഈ ഫലം വന്നുകൊണ്ടിരിക്കുമ്പോൾ BJPയുടെ സ്പോക്സ് പേഴ്സൺ ഷഹസാദ് പൂനെവാല മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഒപ്പോസിഷൻ അലയൻസിൽ വലിയ ഡീപ് ക്രാക്സ് ഉണ്ടായിരിക്കുകയാണ് ഈ ഫലം വന്നതോടുകൂടി എന്നതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ അലയൻസിന് ഒരു ഫ്യൂച്ചറും ഇല്ല എന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. നോക്കൂ, NDA വേഴ്സസ് ഇന്ത്യ മുന്നണി എന്നതാണ് ആ ഒരു നറേറ്റീവിലാണ് നമ്മൾ ഈ ഫലത്തെ നോക്കിക്കാണുന്നതെങ്കിൽ കൃത്യമായി മനസ്സിലാകും. ഏറ്റവും മുൻപന്തിയിൽ നിന്ന് ഈ കേന്ദ്ര സർക്കാരിനെതിരെ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള, ഫെഡറലിസം സംരക്ഷിക്കാൻ വേണ്ടി പോരാടിയിട്ടുള്ള മൂന്ന് പേരാണ്. പിണറായി വിജയനായാലും മമതാ ബാനർജി ആയാലും MK സ്റ്റാലിൻ ആയാലും. കേന്ദ്ര സർക്കാരിനെ ആരാണ് ഏറ്റവും കൂടുതൽ പ്രതിരോധിക്കുന്നത് എന്നത് കേരളത്തിൽ ഉൾപ്പെടെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായിരുന്നു. അവിടെയാണ് ആ 3 വ്യക്തികൾ അപ്രസക്തരായി പോകുന്ന സാഹചര്യം. ഇനി ഒരു തിരിച്ചുവരവ് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് സാധ്യമാകുമോ എന്നൊരു ചോദ്യം ഉയരുന്ന ഒരു ഘട്ടം കൂടിയാണ്. രാജ്യത്തെവിടെയും ഒരു ഭരണമില്ലാത്ത പാർട്ടിയായി ഇടതുമുന്നണി മാറിയിരിക്കുന്നു, CPM മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ഘടകങ്ങളൊക്കെ ഇന്ത്യ മുന്നണി, BJPക്കെതിരെ ഉള്ള മുന്നണി പോരാട്ടം എന്ന നിലയിൽ നോക്കുമ്പോൾ അതിനെ ദുർബലപ്പെടുത്തുന്നതല്ലേ? അതായത് CPM ദേശീയ തലത്തിൽ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ അംഗീകരിക്കും. എന്നാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന് ഇന്ത്യ സഖ്യത്തിനോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹം ഒരു സമരവേദിയിലും ഇന്ത്യ സഖ്യവുമായി ബന്ധപ്പെട്ട് പങ്കെടുത്തിട്ടില്ല. ഒരു തെരഞ്ഞെടുപ്പിലും, രാജ്യത്ത് നടന്നിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിലും, എന്തിന് ബംഗാളിൽ പോലും CPM-ന് വേണ്ടി പോലും അദ്ദേഹം കേരളം വിട്ടൊരു യാത്ര ചെയ്യുകയോ അതിനുവേണ്ടി ഒരു പ്രസംഗം നടത്തുകയോ അല്ലെങ്കിൽ ഒരു പ്രസ്താവന കൊടുക്കുകയോ ചെയ്തിട്ടില്ല. പ്രധാനമന്ത്രിയെ നേരിട്ട് ആക്രമിക്കുന്ന രാഷ്ട്രീയ സമീപനങ്ങൾ ഉയർന്നു വന്ന ഒരു സന്ദർഭത്തിലും കേരളത്തിന്റെ മുഖ്യമന്ത്രി അത്തരമൊരു സമീപനം സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് അത് ശരിയായ ഒരു നിരീക്ഷണമായി എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അംഗീകരിക്കുന്നവരുണ്ടാവാം, പക്ഷെ എനിക്ക് ഒരു ആസ് എ കോൺഗ്രസ് പേഴ്സൺ, കോൺഗ്രസിന്റെ വക്താവ് എന്നുള്ള നിലയിൽ എനിക്കത് അംഗീകരിക്കാൻ കഴിയില്ല. 1. 2, നിലവിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി ഇപ്പൊ മമതാ ബാനർജിയുടെ തകർച്ച. ഞങ്ങൾ മമതാ ബാനർജിയുടെ മുന്നണിയിലല്ലല്ലോ അവിടെ മത്സരിച്ച്, ജയിച്ചാലും തോറ്റാലും. ആണോ? അല്ല. ഇന്ത്യയിലെ പൊതു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഞങ്ങൾ എത്രയോ സന്ദർഭങ്ങളിൽ ഞങ്ങൾ പോരാട്ടം നടത്തിയിട്ടുണ്ട്. BJP ഗവൺമെന്റിനെതിരായിട്ട്, NDA ഗവൺമെന്റിനെതിരായിട്ട്. അവിടെ എല്ലാ വിഷയങ്ങളിലും മമത ഞങ്ങളോടൊപ്പം നിന്നിട്ടില്ലല്ലോ. അപ്പൊ മമത എല്ലാ പോരാട്ടങ്ങളിലും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു ഏത് രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത്? ഞങ്ങളുടെ മുന്നണി രൂപീകരണവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും അവരുണ്ടായിരുന്നില്ല. മുന്നണി എടുത്തിട്ടുള്ള പാർലമെന്റിന്റെ അകത്തെ പല തീരുമാനങ്ങൾക്കൊപ്പം അവർ നിന്നിട്ടില്ല. അവരുടെ പിന്തുണ കൂടി ഉണ്ടായിരുന്നെങ്കിൽ പരാജയപ്പെടുത്താൻ കഴിയുമായിരുന്ന പല കാര്യങ്ങളെയും ഞങ്ങൾക്ക് പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല. എന്നാൽ അവസാന ഘട്ടം വന്നപ്പോൾ ഡീലിമിറ്റേഷന്റെ പേരിൽ വനിതാ സംവരണ ബില്ലിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഡീലിമിറ്റേഷൻ നടത്താനുള്ള ശ്രമം വന്നപ്പോൾ ഞങ്ങൾക്ക് ആ ബില്ല് പരാജയപ്പെടുത്താൻ കഴിഞ്ഞു. നിങ്ങളൊന്ന് ആലോചിക്കണം, കഴിഞ്ഞ 10-11 വർഷത്തെ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ BJP എടുത്തിട്ടുള്ള ഒരു തീരുമാനങ്ങളെയും തോൽപ്പിക്കുക എന്ന് പറയുന്നത് ഞങ്ങൾ കർഷക നിയമം അല്ലെങ്കിൽ അതുപോലുള്ള ചില കാര്യങ്ങളിൽ നടന്നിട്ടുള്ള ഒരു വലിയ ബഹുജന പ്രക്ഷോഭത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ തിരിച്ചു പോയിട്ടുണ്ടെങ്കിലും പാർലമെന്റിന്റെ അകത്തളത്തിൽ വിശദമായ ഒരു ചർച്ചയ്ക്കോ ഒരു വോട്ടിങ്ങിലോ അവരെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം അവർ ചർച്ചയ്ക്ക് തയ്യാറല്ല, ഒരു ഘട്ടത്തിന് തയ്യാറല്ല. എന്നാൽ ആദ്യമായിട്ടാണ് വനിതാ ബില്ലിന്റെ മറവിൽ ഡീലിമിറ്റേഷൻ കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ പരാജയപ്പെട്ടു. ആ സമയത്ത് അവർ കൂടെ വന്നിട്ടുണ്ട്.
അത് അവരെ കൂടെ ബാധിക്കുന്ന വിഷയം എന്നുള്ളതിൽ കൂടെ നിന്നിട്ടുണ്ട്. എല്ലാ വിഷയങ്ങളിലും മമത കൂടെ നിന്നിട്ടില്ലെന്ന്. അതുകൊണ്ട് മമത ആത്യന്തികമായി BJPക്കെതിരെ പോരാട്ടം നടത്തുന്ന ആളാണെന്ന് വ്യാഖ്യാനിച്ച് അവരെ ഞങ്ങൾ തകർത്തു എന്ന് പറയുന്നതിൽ എനിക്ക് യോജിക്കാൻ കഴിയില്ല. കാരണം അവർ പല സന്ദർഭങ്ങളിലും കേന്ദ്ര സർക്കാരുമായി യോജിച്ച് നിന്നിട്ടുണ്ട്. നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. പിന്നെ സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റാലിൻ എല്ലാ കാലത്തും BJPക്കെതിരായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ആളാണ്. അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. സ്റ്റാലിന്റെ പതനം, സ്റ്റാലിന്റെ തോൽവി, ആ ഭരണ തുടർച്ചയിൽ ഉണ്ടായിട്ടുള്ള ജനവിരുദ്ധത, ഇതൊക്കെ തിരിച്ചറിയാമെങ്കിലും ഒരു മുന്നണി സംവിധാനത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു മുന്നണിയിൽ നിൽക്കുമ്പോൾ ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ഏത് കക്ഷിയും ആഗ്രഹിക്കും അവരുടെ പാർട്ടിക്ക് ഒരു മന്ത്രി ഉണ്ടാകാൻ, ഇല്ലേ? തമിഴ്നാട്ടിൽ DMK ഇത്രയും കാലം ഭരിക്കുമ്പോൾ അവിടെ കോൺഗ്രസിന് എത്ര MLA-മാരുണ്ടായിരുന്നു? ഇത്തവണ എണ്ണം കുറവാണെങ്കിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ 30-ന് മുകളിൽ MLA-മാരുണ്ടായിരുന്നു. ആ 30-ന് മുകളിൽ MLA ഉണ്ടായിട്ട് ഒരു മന്ത്രിയെ ഞങ്ങൾക്ക് തന്നിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പോഴും ഞങ്ങൾ ഔചിത്യം കാണിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരു മന്ത്രിയില്ല എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കിയിട്ടില്ല. സ്റ്റാലിന് ഞങ്ങൾ പിന്തുണ കൊടുത്തു. സ്റ്റാലിൻ തിരിച്ച് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞങ്ങൾക്ക് പിന്തുണ തന്നിട്ടുണ്ട്. ഞങ്ങൾക്കിപ്പം പോണ്ടിച്ചേരി ഉൾപ്പെടെ 10 സീറ്റിൽ ഞങ്ങൾ ജയിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിൽ. അപ്പം ചില ഒരു ഗീവ് ആൻഡ് ടേക്ക് പോളിസിയുടെ ഭാഗമാണ്. ഒരാൾ തോറ്റാ പറഞ്ഞ അയാൾ മോശക്കാരനാണെന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതുകൊണ്ട് BJP എതിർത്ത എല്ലാ മുഖ്യമന്ത്രിമാരും തകർന്നു പോയി എന്ന് പറഞ്ഞാൽ BJP കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു കാലത്തും എതിർത്തിട്ടില്ല. മമത കാലാകാലങ്ങളിൽ ആവശ്യാനുസരണമുള്ള സമീപനങ്ങൾ മാത്രമാണ് സ്വീകരിച്ചിട്ടുള്ളത്, നീക്കുപോക്കുകൾ മാത്രമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ആ പറച്ചിലൊന്നും കാര്യമില്ല. ഇടയ്ക്കൊക്കെ മോഡിക്കൊപ്പം നിന്നിട്ടുള്ള ആളാണ് മമത. അതൊന്നും ഇല്ല എന്ന് പറയാൻ കഴിയില്ല. ഈ തെരഞ്ഞെടുപ്പിൽ അതിന്റെയൊക്കെ ഫലം അവർ അനുഭവിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനോട് യോജിക്കുന്നുണ്ടോ? ഇന്ത്യ മുന്നണിയുടെ ഫ്യൂച്ചർ സംബന്ധിച്ച് താങ്കൾക്ക് തോന്നുന്നത് എന്താണ്? ഒപ്പം തന്നെ തമിഴ്നാട്ടിൽ ഇനി എന്ത് സംഭവിക്കും എന്നതാണ്. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി എന്നതുകൊണ്ട് മാത്രം ഭരണത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. ആരെങ്കിലുമായിട്ടൊക്കെ യോജിച്ചു പോകേണ്ടുന്ന സാഹചര്യം വരും. എന്താണ് തമിഴ്നാട്ടിൽ സംഭവിക്കാൻ പോകുന്നത്? ചെറു കക്ഷികളെ ഒപ്പം നിർത്തിക്കൊണ്ട് വിജയിക്ക് ഒരു ഭരണം സാധ്യമാക്കുക, ഒരു സർക്കാർ രൂപീകരിക്കുക സാധ്യമാണോ? നേരത്തെ അഡ്വക്കേറ്റ് അനിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു പാർട്ടിക്കും DMKയുടെ ഒരു പ്രത്യേകത ഒരുപക്ഷെ ഒരു മോശം കാര്യമായിട്ട് കാണാം. ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ നിൽക്കുന്നവർക്ക് ആർക്കും തന്നെ ക്യാബിനറ്റിൽ യാതൊരു സ്ഥാനവും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കോൺഗ്രസിനായിക്കോട്ടെ, ഇതിനു മുമ്പ് കൂടെ നിന്നിട്ടുള്ള വിജയകാന്തിന്റെ പാർട്ടിയായ DMDK ആയിക്കോട്ടെ, മറ്റൊരു ചെറിയ പാർട്ടിയായ VCK ആയിക്കോട്ടെ, ഇവർക്ക് ആർക്കും ഇന്ന് വരെ ഒരു ക്യാബിനറ്റ് സ്ഥാനം DMK കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ വിജയെ സംബന്ധിച്ചിടത്തോളം കരുനീക്കം അല്പം കൂടി എളുപ്പമാണ്. കോൺഗ്രസുകൂടെ സഹകരിച്ചാൽ ഇൻഫാക്ട് കോൺഗ്രസിനെ ലീഡേഴ്സിനെ കാണാനായിട്ട് അദ്ദേഹം പോയിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടത്. എത്രമാത്രം വാസ്തവമാണെന്ന് അറിയില്ല. അത് നിർമ്മൽ, ഞാൻ തടസ്സപ്പെടുത്തുകയല്ല. അത്തരം കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ നടന്നിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞു, DMKയുമായിട്ട് കൂടെ നിന്നിട്ട് വഴിയിൽ കാലുവാരുന്നത് ശരിയല്ലാത്തതുകൊണ്ടാണ് എടുത്ത പൊളിറ്റിക്കൽ പൊസിഷനിൽ നിന്നത്. വിജയ് ഞങ്ങൾക്ക് അന്യമല്ല, വിജയ് തൊട്ടുകൂടാത്ത ആളല്ല. വിജയുമായി സഖ്യം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് തത്വത്തിൽ ധാരണയായതാണ്. അതെ അതെ. മാത്രമല്ല എനിക്ക് തോന്നുന്നത് DMKയുടെ ഒരിക്കലും BJPക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു പാർട്ടിയോ വ്യക്തിയോ അല്ല വിജയ്. കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, DMK എന്റെ പൊളിറ്റിക്കൽ എനിമിയും BJP എന്റെ ഐഡിയോളജിക്കൽ എനിമിയുമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഒരു കോൺഗ്രസ് TVK സഖ്യത്തിന് നമുക്ക് തെറ്റ് പറയാനോ തെറ്റ് കാണാനോ സാധിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. സോ ഒന്നെങ്കിൽ കോൺഗ്രസ്, അല്ലെങ്കിൽ VCK, അല്ലെങ്കിൽ DMDK. പക്ഷെ ഈ പറയുന്ന സീറ്റുകളുടെ എണ്ണവും എല്ലാം നമ്മൾ നോക്കേണ്ടത് വരും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് പവർ വരാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ ക്യാബിനറ്റിൽ ഒരു സ്ഥാനം വിജയ് കൊടുക്കും, അല്ലെ TVK കൊടുക്കും എന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു ഓൾട്ടർനേറ്റീവ് കൂടെ തമിഴ്നാട്ടിലായി. അതുകൊണ്ട് തന്നെ ഈ വരുന്ന വർഷങ്ങളിലൊക്കെ മൊത്തം ഇലക്ഷൻ ഡൈനാമിക്സ് മാറും. ഇതുവരെ AIADMKയിൽ നിന്ന് പോകുന്ന വോട്ടുകൾ DMKയ്ക്കും അവിടെ നിന്ന് പോകുന്ന വോട്ടുകൾ AIADMKയ്ക്കും എന്നുള്ള രീതി മാറി 3 പാർട്ടികൾക്കിടയിൽ. ഇനി ബംഗാളിലെ കൂടെ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചിട്ട് മുന്നോട്ട് പോവാം. ബംഗാളിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പം BJPയുടെ ഒരു കാര്യം, എന്തൊക്കെ BJPയെ കുറിച്ച് നമ്മൾ പറഞ്ഞാലും വളരെ സ്റ്റഡി ചെയ്ത് ഓരോ സ്ഥലത്തെയും, ഇപ്പൊ നേരത്തെ അഡ്വക്കേറ്റ് ജയസൂര്യൻ സൂചിപ്പിച്ച പോലെ തന്നെ കൃത്യമായി ചെറിയ വോട്ട് ഷെയർ ഉണ്ടെങ്കിൽ പോലും വർഷങ്ങൾ കൊണ്ട് വെയിറ്റ് ചെയ്ത് കൃത്യമായ പോളിസീസിലൂടെ ബ്രേക്ക് ത്രൂ നടത്തുന്നുണ്ട്. ഇപ്പൊ ബംഗാളിൽ സംഭവിച്ചിട്ടുണ്ട്. സന്ദേശ് ഖാലിയും ഒരു മിനിറ്റിൽ പറഞ്ഞ് നിർത്താം. സന്ദേശ് ഖാലിയും അതേപോലെ തന്നെ ആർജിക്കർ ഹോസ്പിറ്റലൊക്കെ ഉണ്ടായ സാഹചര്യം നമുക്കറിയാം. സ്ത്രീ സുരക്ഷ ഒരു ചോദ്യചിഹ്നമായി, സ്ത്രീകൾക്ക് വരുമാനം കൊടുക്കുന്ന രീതി മമതാ ബാനർജിക്ക് ഉണ്ടായിരുന്നു, 1500 രൂപ. അതിൽ തന്നെ പല തടസ്സങ്ങൾ കണ്ടു. ഇതെല്ലാം വ്യക്തമായിട്ട് BJP പഠിച്ചു. ഈ അവരുടെ ലക്ഷ്മീർ ബന്ധർ എന്ന് പറഞ്ഞ ഒരു സ്കീമിന് പകരമായിട്ട് 1500 പകരം 3000 രൂപ കൊടുക്കുന്ന ഒരു സ്കീം കൊണ്ടുവന്നു. യുവാക്കൾക്ക് 3000, ആദ്യമായിട്ട് അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് എടുക്കുന്ന സ്ത്രീകൾക്ക് 3000. അങ്ങനെ ഒരുപാട് സ്കീമുകൾ വഴി ഒരു നല്ല പോളിസി മേക്കിംഗിൽ സ്ത്രീ വോട്ടുകൾ നിർണായകമായിടത്ത് സ്ത്രീ സുരക്ഷ ഒരു പ്രധാന വിഷയമായി മാറുന്നത് കണ്ടു. ഡോക്ടർ മോഹൻ വർഗീസ്, ഇതിപ്പോൾ അവസാനിപ്പിക്കുമ്പോൾ
2026 ഈ വിജയം എന്ന് പറയുന്നത് 2029 റൂട്ട് മാപ്പ് ആണോ? മോദി പ്രഭാവം ഇപ്പോഴും തുടരുന്നു, മോദി തരംഗം തുടരുന്നു എന്നതിന്റെ സൂചനയാണോ? 30 സെക്കൻഡ്. വിജയത്തിൽ പുലർത്തേണ്ട ഒരു മിതത്വമുണ്ട്, അതുപോലെ തന്നെ പരാജയത്തിൽ പാലിക്കേണ്ട ഒരു കുലീനത്വമുണ്ട്. ഇത് വിജയിച്ച കക്ഷികളും പരാജയപ്പെട്ടവരും ആ ഒരു ഭാഗം കാര്യമായി ശ്രദ്ധിച്ചാൽ ഭാവി വിജയത്തിനുള്ള ഒരു ചവിട്ടുപലകയായി പരാജയത്തെ കാണാവുന്നേ ഉള്ളൂ. കേരളത്തിലെ ഇടതുപക്ഷം അമ്പേ പരാജയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ധാർഷ്ട്യത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും താൻ പോരിമയുടെ സ്വരം അവസാനിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് ആഴത്തിൽ പരിശോധിച്ചാൽ ഇടതുപക്ഷങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിയും. അതുപോലെ തമിഴ്നാട്ടിലെ കേഡർ പാർട്ടിയായ DMK-ക്ക് കാലിടറിയിരിക്കുന്നു, പരിശോധിക്കാനുള്ള സമയമാണ്. അതേസമയം വിജയൻ്റെ പാർട്ടി ഒരു ആൾക്കൂട്ട പാർട്ടിയായി മാത്രം അധപ്പതിക്കാതെ വിജയത്തെ ശരിയായി വിലയിരുത്തിക്കൊണ്ട് കൃത്യമായ രാഷ്ട്രീയ ഫോർമുല മുന്നോട്ട് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണം. ബംഗാളിൽ ഇതം പ്രഥമമായി BJP അധികാരത്തിൽ വന്നിരിക്കുന്നു. ആ BJPക്ക് മമതയുടെ ഒരു 15 വർഷത്തിന് ശേഷം വലിയ പ്രതീക്ഷയോടെ കൊണ്ടുവന്ന BJPയെ ജനങ്ങൾ അതുകൊണ്ട് തന്നെ മാറ്റങ്ങളുടെ ഒരു കൊടുങ്കാറ്റ് തന്നെ പിന്നെ ഇവിടെ സാധ്യമായിരിക്കുന്നു. ആ മാറ്റങ്ങളെ സമചിത്തതയോടെ രാഷ്ട്രീയ കക്ഷികൾ വീക്ഷിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ശരി, എന്തായാലും നമ്മൾ ഇത് അവസാനിപ്പിക്കുകയാണ്. കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത് ഒരുപാട് സൂചനകൾ നൽകുന്നതാണ്. കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ ഒരു വലിയ ടേണിംഗ് പോയിന്റ് തന്നെയായി ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ മാറുന്നു എന്നത് കൂടിയുണ്ട്. ബംഗാളിലും അതുപോലെ തന്നെ ഉണ്ടാകുന്നു. നമുക്ക് കാത്തിരിക്കാം എന്തൊക്കെയാണ് തുടർ ചർച്ചകൾ, നീക്കങ്ങൾ എന്നത്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും.